കരൾ രോഗങ്ങളും കരൾ മാറ്റിവെക്കൽ സർജറിയും ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഇന്ന് വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്ന വിഷയമാണ്. എപ്പോഴൊക്കെയാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ചികിത്സാ രീതിയായി അവലംബിക്കാറുള്ളത്? ഒന്ന്, കരൾ അതിന്റെ പ്രവർത്തനം മോശമായി കാണിക്കുന്നു. 80% ലിവർ അതിന്റെ ഫങ്ഷൻസ് മോശമാകുമ്പോഴാണ് നമ്മൾ ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ സജസ്റ്റ് ചെയ്യാറുള്ളത്. രണ്ടാമത്തത്, അക്യൂട്ട് ലിവർ ഫെയിലിയർ, ടോക്സിൻസ് മൂലമോ അല്ലെങ്കിൽ വൈറസ് അണുബാധ മൂലമോ മറ്റെന്തെങ്കിലും കാരണങ്ങളാലോ ലിവർ ഫെയിലിയറിലേക്ക് പോകുന്നു. മൂന്ന്, കരളിലെ ക്യാൻസർ. ലിവർ ക്യാൻസേഴ്സ് ലിവറിന് പുറത്തേക്ക് വ്യാപനം കാണിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ചികിത്സാ രീതിയായി അവലംബിക്കാവുന്നതാണ്. യഥാസമയം അസുഖം കണ്ടെത്തി യഥാസമയം ചികിത്സിക്കുകയാണെങ്കിൽ 90% രോഗികളെ നമുക്ക് പൂർണ്ണ ആരോഗ്യത്തോടു കൂടി നമുക്ക് തിരിച്ച് കൊണ്ടുവരാവുന്നതാണ്. ചെറിയ കുട്ടികളിലടക്കം, അതായത് ജന്മനാ ഉള്ള കരൾ രോഗങ്ങൾക്കടക്കം ഇന്ന് ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ ഒരു ചികിത്സാ രീതിയായി ഉപയോഗിക്കുന്നുണ്ട്. അവിടെയും യഥാസമയം കണ്ടെത്തുകയും യഥാസമയം ചികിത്സിക്കുകയും വേണം.